ആനമങ്ങാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സന്ദേശ റാലിയും ഗൃഹ സന്ദർശന പരിപാടിയും സംഘടിപ്പിച്ചു. ആശ്വാസ് ടീം അംഗങ്ങൾ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ, രോഗി ബന്ധുക്കൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സന്ദേശ റാലിയിൽ പങ്കെടുത്തു. ആനമങ്ങാട് കേന്ദ്രീകരിച്ച് 2021 ആരംഭിച്ചതാണ് ആശ്വാസ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ആശ്വാസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായി പാലിയേറ്റീവ് വിളംബര റാലി സംഘടിപ്പിച്ചു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന വിളംബര റാലിയിൽ ജനപ്രതിനിധികൾ, ആശ്വാസ് ടീം അംഗങ്ങൾ, വ്യാപാരികൾ, സന്നദ്ധ പ്രവർത്തകർ, രോഗി ബന്ധുക്കൾ, ക്ലബ്ബുകളുടെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ്, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T സഫ്വാന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ EP അയ്യൂബ്, കോക്കാടൻ യൂസഫ്, ഫെമിന PT എന്നിവരും N പീതാംബരൻ, KM ഉബൈദ്, K ദാമോദരൻ, CK റഫീഖ്, ദിലീപ് വളാങ്കുളം, AV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ മനുഷ്യരെല്ലാവരും അവരുടെ ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ അവരുടെ പ്രയാസത്തിൽ ഒപ്പം നിൽക്കുക എന്നുള്ള ആ അടിസ്ഥാന മൂല്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശ്വാസ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനം നമുക്കറിയാം എല്ലാ പഞ്ചായത്തുകളിലും സജീവമായി പോകാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത 4 വർഷം കൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ തുടങ്ങിയ ഒരു ആശ്വാസ് പാലിയേറ്റീവ് എന്ന ഈ പദ്ധതി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമ്മുടെ പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ കഴിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു കൂട്ടായ്മയാണിത്. അതിനുവേണ്ടി നമ്മൾ ഒരേ മനസ്സോടുകൂടി എല്ലാവരും ഇതിൽ ഏറ്റവും അധികം വേണ്ടത് സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികം ഉണ്ടെങ്കിൽ ഒരുപാട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തേണ്ടതുണ്ട്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുള്ളെങ്കിലും ഒരുപാട് ജനങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് ഒരുപാട് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന്. അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ വേണ്ടി എല്ലാവരെയും കൂട്ടായ്മ, എല്ലാവരും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഓരോ കൈത്താങ്ങുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാം. ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമെന്നെ ആനമങ്ങാടിൻ്റെ ഒരു പ്രത്യേക ഒരു സൗഹാർദ്ദമുണ്ട്. അത് ജീവകാരുണ്യ പ്രവർത്തനമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരാലും ശരി, ഒരു കൂട്ടായ്മ ആനമങ്ങാടിനുണ്ട്. അതിൻ്റെ ഒരു മാറ്റ് പ്രത്യേകമായിട്ട് ആനമങ്ങാടിനുണ്ട് എന്ന് തന്നെ പറയാം. അത് അഹങ്കാരത്തോടെ പറയാം. പ്രത്യേകിച്ച് നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ നമ്മൾ ഒരുമിക്കുന്നുണ്ട് പല കാര്യങ്ങളിലായിട്ട്. പാലിയേറ്റീവ് സേവന പ്രവർത്തന സന്ദേശം കൂടുതൽ ആളുകളിൽ എത്തിക്കുന്നതിന് വിവിധ പ്രദേശങ്ങളിൽ ഗൃഹസന്ദർശനവും സ്ക്വാഡ് പ്രവർത്തനങ്ങളും നടത്തി. ആനമങ്ങാട്, പരിയാപുരം, മണലായ, പാറൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ആശ്വാസ് പാലിയേറ്റീവ് പ്രസിഡന്റ് ഈസ VK, സെക്രട്ടറി സമീറ ഖാലിദ്, ട്രഷറർ K വേലിക്കുട്ടി, വൈസ് പ്രസിഡന്റ്മാരായ PM സംസാദ് അലി, T അഫ്സാർ ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായ CM ജ്യോതിഷ്, T രാധ എന്നിവരും ഉഷ മണലായ, PT ബഷീർ, അൻവർ സാദത്ത്, വിജയരാഘവൻ, സെയ്ദ് അലി കരിമ്പനക്കൽ തുടങ്ങിയവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആശ്വാസിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സാന്ത്വനമേകാൻ ആശ്വാസിന് കഴിഞ്ഞതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഒരു മാലയിലെ മുത്തുകളെപ്പോലെ അവരുടെ പ്രവർത്തനങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത് നമുക്കറിയാം. തുടർന്നും ഇവിടെ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ നല്ലൊരു സ്ഥാപനം നമുക്ക് കെട്ടിയുണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു പകൽ വീട് നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. എല്ലാവരും അതിന് തക്കവണ്ണം മനസ്സുകൊണ്ട് പാകപ്പെട്ടുകൊണ്ട് അത് നമുക്ക് പൂർത്തിയാക്കണം എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു പരിപാടി നമുക്ക് ഓരോ വർഷവും നമുക്ക് 300ഓളം വീടുകളിൽ സാന്ത്വനമേകിക്കൊണ്ട് ആശ്വാസനം മുന്നേറാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ നൽകുന്നത് മരുന്നോ അല്ലെങ്കിൽ സാമ്പത്തിക സപ്പോർട്ടോ ഒന്നും അല്ല അവർക്ക് വേണ്ടേ. നമ്മൾ അവരടുത്ത് ചെന്നിട്ട് അവരൊന്ന് കേൾക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒരുങ്ങിയതിന് എല്ലാവർക്കും നന്ദി പറയാണ്. നമുക്കിന്ന് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സെറ്റായിട്ട് നിൽക്കുക. ബാനർ ആദ്യം മുന്നിൽ. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.